ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എനിക്ക് ചെറിയൊരു പനി ഇല്ലായിരുന്നു. പാരസെറ്റാമോൾ കഴിക്കുന്നുണ്ടായിരിക്കും, പനിയായിട്ട് വന്നില്ല. എന്നാലും ജലദോഷവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്തായാലും മോൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിൽ പോലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഹോമിയോ മരുന്നൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ, മോൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ വരുമ്പോൾ അവൾക്ക് പെട്ടെന്ന് വരുമല്ലോ. പിന്നെ ആരോഗ്യമുള്ളവർക്ക് വരെ വരും. അപ്പം പിന്നെ അവരെ പോലുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ദൈവം കുറേ എല്ലാം കാക്കുമെന്ന് വിശ്വസിച്ചങ്ങ് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം ലൈവൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അത് ചിലർ പറയുന്നുണ്ട് ലൈവ് അത് നെറ്റ് നമ്മൾ മെയിൽ അയക്കണം എന്ന് പറയും. പക്ഷേ എന്നാലും ഓട്ടോമാറ്റിക്കൽ തന്നെ എൻ്റെ സമയം കഴിയുമ്പോൾ ആകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിലെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെയും ഇത് നീണ്ടു പോയാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇതിനകത്തൊന്നും കൂടുതലൊന്നും അറിയത്തില്ല. ഒരു ഏജ് പ്രൂഫ് കൊടുക്കാൻ പറഞ്ഞു. ഏജ് പ്രൂഫ് കൊടുത്തു, അപ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ സമയം കഴിയാതെ ആകുകയിലായിരിക്കും എന്ന് വിശ്വസിച്ചങ്ങ് പോകും കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിക്ക് പോയതിൻ്റെയാണ് കുറേ ഷോർട്സിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും പിന്നെ ഇത് ഫോട്ടോയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വിട്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മറ്റേ ബോട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ബോട്ടിലൊക്കെ പോയതിൻ്റെ അതിലൊക്കെ നടന്നതിൻ്റെയൊക്കെ കുറേ ഇതിൻ്റെ ഞാൻ ആഡ് ചെയ്ത് വിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ നല്ല സമയം പോക്കാണല്ലോ ഇങ്ങനെ. എന്നെ മറ്റേ ലൈവും കൂടി ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒട്ടും കയറുകയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങ് ഇടയ്ക്ക് ഇട്ട് പോകാമെന്ന് വിചാരിച്ച്, ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് ഇടുവാണ്. ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളവർ ചെയ്യുക കേട്ടോ. വൈകുന്നേരമോ രാത്രിക്കോ എപ്പോഴെങ്കിലും ഒന്ന് വീഡിയോസൊക്കെ എടുത്തൊന്ന് ഓണാക്കി വെച്ചാൽ മതി. നമ്മളിപ്പോൾ അത് കാണണമെന്നോ കേൾക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഓണാക്കി എന്നാലേ വാച്ച് ഓവർ ആകുകയുള്ളൂ. ഏതാണ്ട് 4000 മണിക്കൂറൊക്കെ ആവണം. അതൊക്കെ നമുക്ക് എപ്പോൾ ആവാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം അതിനെല്ലാം കുറേ കഷ്ടപ്പാടുണ്ട്. ഇതിലെല്ലാം നമ്മൾ ഈ യൂട്യൂബിലെല്ലാം ഇറങ്ങിയാലല്ലേ ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനും കുറേ പണിയുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകെ ഇങ്ങനെ നിൽക്കണം. പിന്നെ അതിനൊന്നും എപ്പോഴും ഇങ്ങനെ പുറകെ നിൽക്കാനൊന്നും എനിക്ക് സമയവും കിട്ടത്തില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പോകാമെന്നല്ലാണ്ട് കൂടുതലൊന്നും നമുക്ക് ചെയ്യാനും ആകുകയല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നല്ലാണ്ട് ഇടയ്ക്ക് ഷോർട്സും ഇതുമൊക്കെ. പിന്നെ മോൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോഴും മോളെ മടി വെച്ചിരുത്താനും ഒക്കെ കുറേ സമയം അതിനങ്ങനെയെല്ലാം എനിക്ക് പോകണം, ചെയ്യണം. അന്നേരം പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ ഷോർട്സിലൊക്കെ നോക്കിയിട്ട് അങ്ങനെയെല്ലാം ചെയ്തു പോകുന്നത്. പിന്നെ ലൈവിലൊക്കെ കയറാൻ ഇപ്പം അങ്ങനെയും കയറുന്നില്ലല്ലോ. പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കലും അവളെ നോട്ടം തന്നെ എനിക്ക് ഫുൾ ടൈം ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ. പിന്നെ ബാക്കി വേറെ ഒന്നിനും അധികമൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. പിന്നെ അവളുടേതായ കുറേ കാര്യങ്ങൾ, നമ്മുടേതായ സ്വന്തം കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. എല്ലാം പോകണമല്ലോ. വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അധികം കൂടുതൽ വീട്ടിലാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ചാലക്കുടി തന്നെയാണ് ഉള്ളത്. ഇവിടെ പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെ വേറെ പണിയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മോൾക്ക് കുറുക്കുണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് അല്ലേ അവൾക്ക് കൊടുക്കുന്നത്. അപ്പം പിന്നെ എനിക്കെന്തെങ്കിലും കഞ്ഞി വെക്കുക, എന്താ അച്ചാറ്, തൈര് അങ്ങനെയൊക്കെ വാങ്ങി വെക്കത്തേ ഉള്ളൂ. അതിന് വേറെ അങ്ങനെ വലിയത് കറിയോ അങ്ങനത്തെ വെപ്പൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ സമയം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് അവളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളും എല്ലാം ഇവിടെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പം പിന്നെ വീട്ടിലെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ വീട്ടിലെ പണിയായിട്ട് തന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അപ്പം പിന്നെ അങ്ങനെ വേറെ ഫുഡ് അങ്ങനത്തെ വലിയ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ പണികളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തും പറക്കിയൊക്കെ പോകുമ്പോഴത്തേന് പിന്നെ തുണി കഴുകൽ, അങ്ങനത്തേത് വിരിക്കൽ, വറുക്കൽ, അങ്ങനത്തെ അതൊക്കെയാണ് കൂടുതലും ഉള്ളത്. ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ അവൾക്ക് ഇങ്ങനെ എപ്പോഴും പാമ്പേഴ്സൊന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മേലെ തുണി വിരിച്ചിട്ടാണ് ഞാൻ അവളെ കിടത്തുന്നത്. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ കുറേ കാണും, കഴുകാനും ഉണക്കാനും ഒക്കെ. അങ്ങനെയൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാത്രിക്ക് ഇടും മാക്സിമം. പിന്നെ പകൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ രാത്രിക്കത്തെ ഞാൻ ഒഴിവാക്കും കേട്ടോ. അവളെ അങ്ങനെ അധികം ഒന്നിനും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. നമ്മളിച്ചിരി ബുദ്ധിമുട്ടിയായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പാമ്പേഴ്സൊക്കെ ഇട്ടാൽ എപ്പോഴും പൊട്ടും. പിന്നെ എപ്പോഴും ഏതാണ്ട് 8-9 വയസ്സാവാനായില്ലേ അവൾക്ക്. അത്രയും നാൾ നമ്മളിതെല്ലാം മേടിക്കണേലും ഒരുപാട് പൈസയാകും കേട്ടോ. ഇത് പ്രായമാകും തോറും അവരുടെ പാമ്പേഴ്സിനും ഡയപ്പറിനും എല്ലാം വില കൂടിയാണ് വരുന്നത്.
അപ്പോൾ കുറേ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അവളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇത് ഞാൻ ഈയിടെ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് ചിലപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോകണമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ ഒക്കെ പറഞ്ഞിട്ട് അവർ നോക്കും മോളെ. ആ സമയത്ത് വേഗം ഞാൻ പോയതാണ്. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വെറുതെ തോന്നി, അങ്ങനെ ഞാൻ പോയി. ഒരു ദിവസം മോളെയും കൊണ്ടുപോയി, ഒരു ദിവസം ഞാൻ തന്നെ പോയി എന്നവിടെ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കൈകൊട്ട് ഓണപ്പരിപാടിയൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഓണപ്പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അവിടെയൊക്കെ മാക്സിമം പോയ ഒരു 10 ദിവസം കാണും. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയല്ല, 1-2 മാസം കൂടെ ഓണത്തിൻ്റെ പരിപാടികളും കളികളും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു കണക്ക് പറയുന്നതൊക്കെ കേട്ടോ. എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് പാട്ട് കൊടുത്തിട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും വോയിസ് കൊടുക്കേണ്ട വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് അവോയ്ഡ് ചെയ്ത് വിട്ടത് കേട്ടോ. പാട്ട് നല്ല രസമാണ്, പാട്ടും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നപ്പോൾ ഒന്ന് എടുത്തതാണ്. പിന്നെ നിങ്ങളെല്ലാവരും കിങ്ങിണി വാവേൻ്റെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവിടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടും ഒക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിങ്ങിണി വാവയും കൂടെ ഓർക്കണം കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കിങ്ങിണി വാവയ്ക്ക് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.